പറ്റില്ല എന്ന് പറഞ്ഞത് മാത്രമല്ല, അമ്മയോട് ജയേഷിന്റെ അച്ഛമ്മയും അമ്മയും വളരെ മോശമായിട്ട് പെരുമാറി. പറ ഗായത്രി, എന്താ ഉണ്ടായത്? പറ. എന്താന്ന് വെച്ചാ പറ മായേ. അവര് പെരുമാറിയത്. അവർക്ക് അത്രയ്ക്ക് അഹങ്കാരം. എങ്കിൽ അതൊന്ന് കാണണമല്ലോ. വാ ഗായത്രി. ഏട്ടത്തി എന്ത് ചെയ്യാൻ പോണു? ചെയ്യാൻ പോകുന്നത് പറയാൻ പറ്റില്ലല്ലോ. ചെയ്തു വേണ്ടേ കാണിക്കാൻ? വേണ്ട ഏട്ടത്തി. ഇല്ല ഗായത്രി, ഇനി ഞാൻ മിണ്ടാതിരുന്ന ഞാനിവരുടെ വല്യമ്മയാണെന്ന് പറഞ്ഞു നടക്കുന്നതിൽ അർത്ഥമില്ലാതായിപ്പോ. മാറമായ വല്യമ്മ, വാ ഗായത്രി. ഇന്ന് രണ്ടിലൊന്ന് അറിയണോ എനിക്ക്? അത്രയ്ക്ക് ധൈര്യോ? വാ. വേണ്ട, വാ ഇങ്ങോട്ട്. വാ. പെരട്ടെ തള്ളേ, നിങ്ങൾക്ക് മതിയായില്ലേ കാണിക്കുന്നേ? അയ്യോ അയ്യോ മോനെ, അഹങ്കാരമൊന്നുമല്ല നിങ്ങൾക്ക്. അയ്യോ എല്ലാരെയും വിളിക്കോ? ഞാൻ ജാനകി. നിങ്ങൾക്ക് ഗായത്രി കൊല്ലണം അല്ലേ? വേണ്ട. അയ്യോ അമ്മേ, നിനക്ക് ഗായത്രി തല്ലണല്ലേ? വെച്ചാ അയ്യോ മോളെ, പറയടി, മാപ്പ് പറയാൻ. ലക്ഷ്മി, എന്താ? എന്ത് പറ്റി? നിങ്ങൾ എന്താ അവിടെ? എന്തായി കാണിക്കുന്നത്? ഗായത്രിയുടെ ഏട്ടത്തിയാ ഞാൻ, ജാനകി.
ഏട്ടത്തി. ഓ എടാ മോഹന നിന്നെ നാണമില്ലല്ലോടാ നിനക്ക്. പഴയ കണക്ക് കൊണ്ട് വന്നിരിക്കുന്നു. ദേ നോക്ക്, നീയൊക്കെ ഒന്ന് ചെയ്താലേ ഈ ജാനകി 9 ചെയ്തിട്ട് തിരിച്ചു പോകും. മനസ്സിലായോടാ? മോഹന, ഇവളെ വെറുതെ വിടരുത്. അടിച്ച് കയ്യും കല്ലും ഒടിക്കടാ. തൊട്ടു പോകരുത്. സേതു താൻ ഇവിടെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. നിങ്ങളുടെ ഒരു ഔദാര്യം ഞങ്ങൾക്ക് വേണ്ട. കാര്യങ്ങളൊക്കെ ഇവരെന്നെ വിളിച്ചു പറഞ്ഞു. മോനെ, ഇവരെ രണ്ടുപേരെ വെറുതെ വിടാൻ പാടില്ലടാ. മുടിയിലോട്ട് കാല് നീട്ടി ഇരുന്നിട്ടും നിങ്ങളുടെ പക തീർന്നിട്ടില്ല അല്ലേ? മതി ഇളയമ്മേ, മതി. അന്നും ഇന്നും എന്നെ ദ്രോഹിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ചിന്ത. അന്ന് നിനക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലായിരുന്നു ഗായത്രി. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? തീ കൊടുത്ത 5 മക്കളില്ലേ, പിന്നെ ഞങ്ങളും ഇല്ലേ? ഇവനാണല്ലേ കാമദേവൻ. എടാ ചക്ക, നേരെ ചൊവ്വെ പഠിച്ച ഡോക്ടർ ആവണമെങ്കിൽ മര്യാദക്ക് ജീവിക്കാൻ നോക്ക്. അല്ലാതെ ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പരട്ട തള്ളയുടെ വാക്കും കേട്ട് ഇറങ്ങിയാലേ പിള്ളേര് വേണ്ട. പിന്നെ പേനാക്കത്തി കൊണ്ടായിരിക്കും ചിത്രം വരയ്ക്കുന്നത്. മനസ്സിലായടാ? പോലീസിനെ വിളിക്ക്. ആ വിളിക്കടി. ഞങ്ങളും കാര്യത്തെക്കൂട്ടി തന്നെയാ വന്നിരിക്കുന്നത്. എന്തെങ്കിലും കാരണമില്ലാതെ ഒരാള് വീട് കയറി തല്ലുകയും ബഹളം വെക്കുകയും ചെയ്യില്ലല്ലോ. എന്താ അതിന്റെ പിന്നിലെന്ന് കോടതിയിൽ തെളിയിക്കട്ടെ. അതെ അലീമേ, എനിക്കത് തന്നെ പറയാനുള്ളത്. നമ്മൾ കോടതി കയറി ഇവരും കയറണമല്ലോ. ഇവിടെ നിർത്തിക്കോളൂ നിന്റെ പ്രേമം. ഇനി ഭാനുന്റെ പ്രകാരമുണ്ടല്ലോ, പിന്നെ നീ നേരെ ചൊവ്വേ നടക്കത്തില്ല. മോഹന, നീ ബുദ്ധിമാനാണെന്നാ നിന്റെ വിചാരം. മനഃപൂർവ്വമല്ലേ നീ ഭാവനക്കെതിരെ കേസ് കൊടുത്തത്? ഒരു പെണ്ണ് വന്ന് വഴക്കുണ്ടാക്കി അടിപിടി കൂടിയാ പുരുഷന്മാർക്ക് എത്രത്തോളം പരിക്കുണ്ടാവുമെന്ന് ആർക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. സേതു, കേസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഭാവനയുടെ തല്ലുകൊണ്ട് ഇവര് 2 പേരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നല്ലേ? അതെ അലീമേ, കൊലപാതക ശ്രമമാണെന്ന കേസ്. ഓ, വധശ്രമം.